മൺസൂൺ കാരണം കേരള, കർണാടക, ഗോവ, കൊങ്കൺ മേഖലകൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. 2026 കാലവർഷത്തിന്റെ മുന്നേറ്റം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും നിർണായക ഘടകമായി മാറും. നിലവിൽ കേരള തീരത്ത് ശക്തമായ മഴയും കാലവർഷത്തിന് അനുകൂലമായ അന്തരീക്ഷവും രൂപപ്പെട്ടു കഴിഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ ആർത്തുലച്ച് ജൂൺ ആദ്യം തന്നെ കേരളത്തിലേക്ക് മൺസൂൺ കുതിപ്പ് എത്തും. അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നത്. നിലവിലെ സാഹചര്യമനുസരിച്ച് കാലവർഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സാധാരണ സമയക്രമത്തേക്കാൾ വേഗത്തിൽ മുന്നേറുന്ന കാഴ്ചയുമുണ്ട്. അതായത് ഈ വർഷം മൺസൂൺ ആദ്യമായി സജീവമായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും സമീപ പ്രദേശങ്ങളിലുമായിരുന്നു. സാധാരണയായി മെയ് 22 മുതൽ 27 വരെയാണ് ഇവിടെ കാലവർഷം എത്തുന്നത്. എന്നാൽ മെയ് മധ്യത്തോടെ തന്നെ ഇത്തവണ ഇവിടേക്ക് മഴ ശക്തി പ്രാപിച്ചതും മൺസൂൺ കാറ്റുകൾ സജീവമായെന്നും രേഖപ്പെടുത്തുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അനുകൂല കാലാവസ്ഥാ സാഹചര്യങ്ങളും ശക്തമായ പടിഞ്ഞാറൻ കാറ്റുകളും മൺസൂൺ മുന്നേറ്റത്തിന് സഹായിക്കുന്നുവെന്നും IMD വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ കാലവർഷം ജൂൺ 1 ഔദ്യോഗികമായി എത്തുന്നത്. എന്നാൽ മെയ് അവസാനത്തോടെ തന്നെ കേരള തീരത്ത് ശക്തമായ മഴയും കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യവും അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അറബിക്കടലിൽ നിലനിൽക്കുന്ന ഈർപ്പസമ്പുഷ്ടമായ കാറ്റുകളും ന്യൂനമർദ്ദ സംവിധാനങ്ങളും മഴ ശക്തിപ്പെടുന്ന ഘടകങ്ങളാണെന്നും IMD പറയുന്നു. ഈ വർഷം രാജ്യത്ത് ശരാശരിയേക്കാൾ മികച്ച മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കാലാവസ്ഥാ വിദഗ്ധരും പങ്കുവയ്ക്കുന്നത്. മൺസൂൺ സീസണിൽ ലഭിക്കുന്ന മഴ ഇന്ത്യയുടെ കാർഷിക ഉൽപാദനത്തെയും ജലസംഭരണിയെയും വൈദ്യുതി ഉൽപാദനത്തെയും വളരെയധികം സ്വാധീനിക്കുന്ന ഘട്ടം കൂടിയാണിതെന്നും പറയുന്നു. അതിനാൽ തന്നെ കൃഷിക്ക് കാലവർഷ മഴ നിർണായകമാണ്. സമയബന്ധിതമായ മഴ കർഷകർക്ക് വലിയ ആശ്വാസം നൽകും. മാത്രമല്ല കേരളം, കർണാടക, ഗോവ, കൊങ്കൺ മേഖലകൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മൺസൂൺ മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായി ശക്തമായ മഴയും ഇടിമിന്നൽ, കാറ്റോടുകൂടിയ മഴ എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട്. എന്തായാലും ഇന്ത്യയുടെ വാർഷിക മഴയുടെ ഏകദേശം 70% തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിലൂടെയാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ മൺസൂണിനെ ആശ്രയിച്ചാണ് മിക്ക കാർഷിക മേഖലയും പ്രവർത്തിക്കുന്നത്. കാലവർഷത്തിന്റെ മുന്നേറ്റം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമാകും. ഇത് ഭക്ഷ്യസുരക്ഷയ്ക്കും നിർണായകമായ ഘടകമാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.